ഇന്ന് ഒരു പെരുന്നാൾ സ്പെഷ്യൽ ബിരിയാണി കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞിട്ട് 2 ദിവസമായി, എന്നാലും ബിരിയാണി അപ്ലോഡ് ചെയ്യേണ്ടേ. ഒരു യുണീക്ക് സ്റ്റൈലിലാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. ആരും ഇതുവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറന്നു പോകരുത്. അപ്പം ഒരു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പിയാണ്. വീഡിയോസ് മുഴുവനായിട്ട് കാണുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ചിക്കൻ ഒന്ന് മസാലയൊക്കെ പുരട്ടി വെച്ച് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതവിടെ നിന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് മുഴുവൻ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ സവാളയും നമുക്ക് ഇതിൽ ഇട്ടിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതാണ് ഈ ബിരിയാണിയെ യുണീക്കാക്കുന്നത്. നമ്മൾ ഈ ബിരിയാണിയിൽ യൂസ് ചെയ്യുന്ന മൊത്തം സവാളയും ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് കരിഞ്ഞു പോകാത്ത രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് അവിടുന്ന് ചിക്കനും സവാളയും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തായി വരുമ്പോഴത്തേക്കും നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മുടെ നെയ്യും ഓയിലും ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് സ്പൈസസ് ഒക്കെ അതിൽ ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ചെറിയ പീസ് സവാളയും കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരി കഴുകി വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് അരി ഇങ്ങനെ വറുത്ത് നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ടാവുന്നു. നന്നായിട്ട് ഇളക്കി 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 ഇച്ചിരി ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. ഈ ഒരു ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ചെറിയൊരു ചെറുനാരങ്ങ നന്നായിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഈ ഒരു ടൈമിൽ ഉപ്പും കൂടെ ഒന്ന് നോക്കുക. കുറച്ച് ഉപ്പൊന്ന് മുന്നിൽ നിൽക്കണം കേട്ടോ, എന്നാലേ ചോറ് വെന്ത് വരുമ്പോഴത്തേക്കും ഇതൊന്ന് കറക്റ്റ് പാകത്തിനാവത്തുള്ളൂ. അപ്പോൾ ബിരിയാണീൻ്റെ അളവിൻ്റെ വെള്ളത്തിൻ്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് അരിക്ക്, അതായത് എന്താ പറയുക, ഒരു ഗ്ലാസ് വെള്ളം 1.5 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കുഴഞ്ഞു പോകും ചോറ്. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ചോറ് അവിടുന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിനെ മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അതൊന്ന് നല്ലൊരു സ്മെല്ല് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. തൈരും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് തൈരിൻ്റെ കൂടെയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പിന്നീട് വേണ്ടത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇതല്ല ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്, തക്കാളിയായിരുന്നു, മറന്നുപോയി. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് തക്കാളി ഇടേണ്ട കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഏതായാലും ഇത് ഇട്ടല്ലോ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ തക്കാളി ആഡ് ചെയ്യാം. നിങ്ങളിടുന്ന സമയത്ത് ഫസ്റ്റ് തക്കാളി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വേണം ഈ സവാള ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് തക്കാളി ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ശരിയായി കേട്ടോ, കുളമൊന്നും ആയിട്ടില്ല. അപ്പോൾ ശരിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തക്കാളി ഒരു പകുതി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയില ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ. ഈ ഒരു ബിരിയാണിയെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, ഒരു യുണീക്ക് ബിരിയാണിയാണ്. ഒന്നാമത് നമ്മൾ ബിരിയാണിയിൽ ഗരം മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ ഒരു പൊടികളും ചേർക്കുന്നില്ല. രണ്ടാമത് സവാള ഫ്രൈ ചെയ്തിട്ടാണ് ചേർക്കുന്നത്. മൂന്നാമത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ഈ ഒരു ബിരിയാണിയെ യുണീക്ക് ആക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു ഇതിൽ കുറച്ച് ഗ്രേവി കുറവായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ അതല്ല കേട്ടോ. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുമ്പോൾ അത്യാവശ്യത്തിന് ഗ്രേവി വന്നോളൂ. അത്രയും ഗ്രേവി ബിരിയാണിക്കൊക്കെ മതി കേട്ടോ. ഒന്നാമത് ഫ്രൈ ചെയ്തതായതുകൊണ്ട് കൂടുതൽ ഗ്രേവിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് സവാളയൊക്കെ ഇങ്ങനെ വേറിട്ട് നിൽക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക, ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ തക്കാളിയുടെ ഒക്കെ ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അത്യാവശ്യത്തിന്
മസാലയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിന് ദമ്മിടണം. അപ്പോൾ ദമ്മിടുന്നതിന് വേണ്ടി മെയിനായിട്ട് ചെയ്യേണ്ടത് ഒരു ഇച്ചിരി പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് മാറ്റി വെച്ചേക്കാം. അതായത് ഫ്രിഡ്ജിൽ നമ്മുടെ പാലുണ്ടാവില്ല, പച്ചപ്പാലിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് മാറ്റി വെക്കുക. ഇതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ദമ്മിടാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ചോറിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ മസാല കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ചോറ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ദമ്മ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന എന്താ പറയുക, നമ്മുടെ മഞ്ഞൾപ്പൊടിയും പാലും, ഇത്തിരി പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ടുണ്ടായിരുന്നു, അത് അതിൻ്റെ മുകളിൽ മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ ഈ റൈസിന് നല്ലൊരു ഫ്ലേവർ തരും. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഐറ്റമായിരുന്നു, സ്കിപ്പ് ചെയ്യരുത്. അതിൻ്റെ മുകളിൽ ബാക്കി ഇച്ചിരി ഒരു സവാള ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് മുകളിലേക്ക് വിതറി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് ഏറ്റവും സിമ്മിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ആവി ദമ്മിടൂല, അതൊന്ന് അടച്ചു വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ നല്ല ഒന്നും കട്ട പിടിക്കാത്ത രീതിയിലാണ് ബിരിയാണി വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു സ്പെഷ്യൽ പെരുന്നാൾ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.